ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് സെമി സ്കിൽഡ് റിഗ്ഗർ, സ്കാഫോൾഡർ തസ്തികകൾക്കായി 70 ഒഴിവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മാർച്ച് 28 വരെ ഓൺലൈൻ വഴി അപേക്ഷിക്കാം. 4ാം ക്ലാസ് യോഗ്യത മുതൽ 10ാം ക്ലാസ് വരെയുള്ളവർക്ക് ഈ അവസരം ലഭ്യമാണ്. വേക്കൻസി ഡീറ്റെയിൽസ് പറയാം. സ്കാഫോൾഡർ ഒഴിവുകൾ 11 ഒഴിവുകളുണ്ട്. UR 5, OBC 5, EWS 1. സെമി സ്കിൽഡ് റിഗ്ഗർ 59 ഒഴിവുകളുണ്ട്. UR 35, OBC 15, SC 5, EWS 5. അങ്ങനെ ആകെ 70 ഒഴിവുകളാണ് ഉള്ളത്. സാലറി 22,100 രൂപയാണ് മാസം. എക്സ്ട്രാ ഹൗസ് കോമ്പൻസേഷൻ 5,530 വരെ ലഭിക്കും. എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് ഉയർന്ന ശമ്പളം. കൊച്ചിൻ ഷിപ്പ്യാർഡിലോ മറ്റ് സമാന ഷിപ്പ്യാർഡുകളിലോ ഉള്ള എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് ഉയർന്ന ശമ്പളം കിട്ടും. ഏജ് ലിമിറ്റ് 45 വയസ്സ്. 2025 മാർച്ച് 28 45 വയസ്സ് കവിയാൻ പാടില്ല. പ്രായപരിധി OBCക്ക് 3 വയസ്സിളവുണ്ട്. SCക്ക് 5 വയസ്സിളവുണ്ട്. മുൻ സൈനികരെ സർക്കാർ നിയമനങ്ങൾ അനുസരിച്ചിട്ട് പരമാവധി 50 വയസ്സ് വരെ. സ്കാഫോൾഡിൻ്റെ ക്വാളിഫിക്കേഷൻസ് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ജനറൽ സ്ട്രക്ചറൽ ഓർ സ്കാഫോൾഡിംഗ് ജോലിയിൽ 2 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. സെമി സ്കിൽഡ് റിഗ്ഗറിന് 4ാം ക്ലാസ് പാസ്സായിരിക്കണം. റിഗ്ഗിൽ 3 വർഷത്തെ പരിചയം. ഇതിൽ 2 വർഷം ഹെവി ഡ്യൂട്ടി മെഷീൻ പാർട്സ് റിഗ്ഗിൽ. ഡിസൈറബിള് വയർ റോപ്പ് സ്പ്ലൈസിംഗ് ജോലിയിൽ നല്ല അറിവ് വേണം. ആപ്ലിക്കേഷൻ ഫീസായിട്ട് 200 രൂപയാണ്. നോൺ റീഫണ്ടബിൾ ആണ്. SC ST വിഭാഗക്കാർക്ക് ഫീസില്ല. പേയ്മെൻറ്റ് മോഡ് ഡെബിറ്റ് കാർഡ് ഓർ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്. സെലക്ഷൻ പ്രോസസ്സ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, എഴുത്ത് പരീക്ഷ, ഇൻ്റർവ്യൂ. എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഔദ്യോഗിക വെബ്സൈറ്റ്, അതായത് www.cochinshipyard.com. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഈ സൈറ്റ് എടുക്കുമ്പോൾ റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ കരിയർ അല്ലെങ്കിൽ അഡ്വർടൈസിങ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മെനുവിൽ നിന്നിട്ട് അത് ക്ലിക്ക് ചെയ്ത് അതിൽ സെമി സ്കിൽഡ് റിഗ്ഗർ, സ്കാഫോൾഡർ എന്നീ 2 തസ്തികകളുടെ നോട്ടിഫിക്കേഷൻ കിടക്കുന്നുണ്ടാവും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ മൊത്തം വായിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ആ യോഗ്യത ഉണ്ടെങ്കിൽ ശ്രദ്ധാപൂർവം വായിച്ച് മനസ്സിലാക്കിയിട്ട് യോഗ്യത ഉണ്ടെങ്കിൽ അത് അപേക്ഷ ഓൺലൈനായിട്ട് അതിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് പൂരിപ്പിച്ച് അപ്ലോഡ് ചെയ്യുക. ആവശ്യമായ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യണം. ഫീസ് അടയ്ക്കാനുള്ളവർ ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് ഫീസ് അടയ്ക്കാം, ഇല്ലാത്തവർക്ക് അടയ്ക്കണ്ട. അപേക്ഷ സബ്മിറ്റ് ചെയ്യുക. അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. ഭാവിയിലേക്ക്, അതായത് ഇൻ്റർവ്യൂവിനൊക്കെ ചെല്ലുമ്പോൾ വേണ്ടിവരും. ഇതാണ് നോട്ടിഫിക്കേഷൻ. വേക്കൻസി നോട്ടിഫിക്കേഷൻ റെഫറൻസ് നമ്പർ CSL/PA/RECTT/ കോൺട്രാക്ട് ഓർ കോൺട്രാക്ട് വർക്ക്മാൻ 2024/8. ഡേറ്റ് 10th മാർച്ച് 2025. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് എ ലിസ്റ്റ് പ്രീമിയർ മിനിറാറ്റ്ന schedule. A company of Government of India invites online applications from Indian citizens fulfilling the eligibility requirements for filling up of the following workmen post on contract basis for CSL. Name of post, education, qualification and experience. ഞാനിപ്പോൾ പറഞ്ഞ ക്വാളിഫിക്കേഷൻസ് ഒക്കെയാണ് നിങ്ങൾ വായിച്ചെടുക്കുക. എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് എസെൻഷ്യലായിട്ടുള്ളത് അങ്ങനെ. പിന്നെ ഇമ്പോർട്ടൻ്റ് ഡേറ്റ് ഉണ്ട്. ഇത് ആപ്ലിക്കേഷൻ തുടങ്ങിയത് മാർച്ച് 12-ാം തീയതി ആയിരുന്നു. ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 28, 2025. പിന്നെ നെയിം ഓഫ് പോസ്റ്റ്, വേക്കൻസീസ്, റിസർവേഷൻ, അതെല്ലാം ഇവിടെ ഞാനിപ്പോൾ വായിച്ചത് തന്നെയാണ്.
Period of contract and place of posting. Contract tender of above posts are for maximum period of 5 years subject to project requirements and individual performance. ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് അനുസരിച്ചിട്ട് മാക്സിമം 5 വർഷം വരെ കോൺട്രാക്റ്റ് ലഭിക്കും. ഇനി റെമ്യൂണറേഷൻ 22,100 രൂപ. പിന്നെ ദർ വിൽ ഓൾസോ ബി എലിജിബിൾ ഫോർ കോമ്പൻസേഷൻ ഫോർ എക്സ്ട്രാ അവേഴ്സ് ഓഫ് വർക്ക് അപ്പ് ടു എക്സ്ട്രാ അവേഴ്സിൽ വർക്ക് ചെയ്താൽ 5,530 രൂപ വരെ പെർ മന്ത് സാലറിക്ക് പുറമെ എക്സ്ട്രാ കിട്ടും. For completed years of on-roll experience over and above the minimum required experience in CSL or other similar shipyard, higher pay may be offered to the candidates. Age ഒക്കെ ഞാൻ പറഞ്ഞു. മെത്തേഡ് ഓഫ് സെലക്ഷൻ അത് പറഞ്ഞു. മെത്തേഡ് ഓഫ് സെലക്ഷൻ വായിക്കാം. The method of selection shall be through practical or physical test shall be given 100% weightage as detailed under and marks awarded accordingly for final selection. Name of post scaffolder 80 മാർക്കാണ് പ്രാക്ടിക്കൽ ടെസ്റ്റിന്. ഫിസിക്കൽ ടെസ്റ്റിന് 20 മാർക്ക്, അങ്ങനെ 100 മാർക്ക്. സെമി സ്കിൽഡ് റിഗറിന് പ്രാക്ടിക്കൽ ടെസ്റ്റ് മാത്രമേ ഉള്ളൂ 100 മാർക്കിൻ്റെ. ഫിസിക്കൽ ടെസ്റ്റ് ഷാൽ ഇൻക്ലൂഡ് ക്ലൈംബിംഗ് ഉണ്ടായിരിക്കും മസ്റ്റായിട്ടും. ദ മിനിമം പാസ് മാർക്ക് ഈച്ച് ഫോർ ഫിസിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ടെസ്റ്റ് ഷാൽ ബി ആസ് ബിലോ. ഫോർ അൺറിസർവ്ഡ് പോസ്റ്റ് ആൻഡ് EWS candidates 50% ഓഫ് ടോട്ടൽ മാർക്സ് ഓഫ് ഈച്ച് ടെസ്റ്റ്. ഓരോ ടെസ്റ്റിന് 50% മാർക്ക് അൺറിസർവ്ഡ് പോസ്റ്റ് ആൻഡ് EWS കാൻഡിഡേറ്റ്സിന് വേണം. For OBC candidates, 45% of total marks of each test only for vacancies reserved for OBCs. For SC candidates, 40% of total marks of each test only for vacancies reserved for SC. ഓരോ വേക്കൻസീസും റിസർവ് ചെയ്തേക്കണ ആ കാറ്റഗറിക്ക് അവരുടെ ഓരോ പെർസെൻറ്റേജ് ഉണ്ടായിരിക്കും. OBCക്ക് ആണെങ്കിൽ 45% OBC കാറ്റഗറിയിൽ റിസർവ് ചെയ്ത വേക്കൻസീസിന്, 40% SC കാറ്റഗറീസിൽ റിസർവ് ചെയ്ത വേക്കൻസിയിലേക്ക്. CSL may relax the minimum pass mark if the number of qualified candidates is insufficient. ഇത് കണ്ടീഷൻസ്, റിസർവേഷൻ ഇതെല്ലാം നിങ്ങൾ വായിച്ചെടുക്കുക. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് മൊത്തം ഇരുന്ന് വായിച്ച് നോക്കുക. അത് മൊത്തം വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാനിരുന്നാൽ മതി. ആപ്ലിക്കേഷൻ ഫീ എല്ലാം ഞാൻ വായിച്ചതാണ്. എൻ്റെ വെബ്സൈറ്റ് ലിങ്ക് ഇവിടെ ഉണ്ട്. www.cochinshipyard.in എന്ന വെബ്സൈറ്റാണ്. ആപ്ലിക്കേഷൻ നോട്ടിഫൈഡ് ഇതെല്ലാം ഞാൻ വായിച്ചത് തന്നെയാണ്. After applying through online, applicant should retain soft copy or printout of the online application containing the unique registration number generated by the system for the references. It is important to note that the unique registration number shall be obtained solely upon successful submission of online application. Online application ചെയ്യുമ്പോൾ ഒരു യുണീക്ക് രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. അത് മസ്റ്റായിട്ടും നിങ്ങൾ കീപ്പ് ചെയ്ത് വയ്ക്കുക. അതും ഭാവിയിലേക്ക് വേണ്ടി വരും. Applicants need not send the online application printout certificate application fee on the form of DD and അതായത് ആപ്ലിക്കൻസ് ഇത് ഓൺലൈൻ ആപ്ലിക്കേഷനാണ് വേണ്ടത്. അതിൻ്റെ പ്രിൻ്റ് ഔട്ടോ സർട്ടിഫിക്കറ്റ്സോ ആപ്ലിക്കേഷൻ ഫീയോ ഒന്നും സെൻഡ് ചെയ്യണ്ട. അത് ഓൺലൈനായിട്ട് ഫീ അടക്കേണ്ടവർക്ക് ഫീ അടയ്ക്കുക. പിന്നെ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ മതി. സർട്ടിഫിക്കറ്റ്സൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറയുന്ന ആ സ്ഥലത്ത് അപ്ലോഡ് ചെയ്യുക, അല്ലാതെ പോസ്റ്റ് വഴിയൊന്നും അയക്കേണ്ട കാര്യമില്ല. വെബ്സൈറ്റ് വിൽ റിമെയിൻ ഫങ്ഷണൽ ഫോർ ദ പർപ്പസ് ഓഫ് സബ്മിറ്റിംഗ് ആപ്ലിക്കേഷൻ ഫ്രം 12th March 2025 ആൻഡ് ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻസ് ത്രൂ ഓൺലൈൻ 28 March
2025 മാർച്ച് 28 മുമ്പായിട്ട് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇൻ ഓർഡർ ടു അവോയ്ഡ് ഹെവി ട്രാഫിക് ഇൻ വെബ്സൈറ്റ് ഓൺ ദ ലാസ്റ്റ് ഡേറ്റ് ദാറ്റ് മേ റിസൾട്ട് ഇൻ ദ നോൺ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ applicants are advised to log to CSL website and submit application well in advance before the last date. ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് 2-3 ദിവസം മുമ്പായിട്ട് അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് ആകാൻ കാത്തു നിൽക്കരുത്. കാരണം വെബ്സൈറ്റ് ജാമാകാനും എല്ലാവരും ഒരേ സമയത്ത് ചെയ്യുമ്പോൾ വെബ്സൈറ്റ് സ്ലോ ആകാനും ജാമാകാനും സാധ്യതയുണ്ട്. Those who apply on the last date of applicants may not get any troubleshooting assistance, technical support of SAP, application portal by email, phone number after 16 hours on their last date. അപ്പോൾ ലാസ്റ്റ് ഡേറ്റിലേക്ക് വേണ്ടി നിങ്ങൾ നിൽക്കരുത്. ട്രബിൾ ഷൂട്ടിംഗ് അസിസ്റ്റൻസ് എല്ലാം ആപ്ലിക്കേഷൻ പോർട്ടൽ ബൈ ഇമെയിൽ, ഫോൺ നമ്പർ ആഫ്റ്റർ ദ ലാസ്റ്റ് ഡേറ്റിന് ആയിട്ട് നിൽക്കരുത്. ജനറൽ ആപ്ലിക്കൻസ് ആർ advised to make sure that they are meeting the eligibility requirements as per the vacancy notification for the post before submitting the applications. അതായത് അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് മുമ്പ് തസ്തികയിലേക്കുള്ള ഒഴിവുകളുടെ വിജ്ഞാപനം അനുസരിച്ചിട്ട് യോഗ്യത നിങ്ങൾക്കുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ഇതൊന്നും കൂടി വായിക്കാം. Those who apply on the last date of application may not get any troubleshooting assistance on technical support in SAP application portal by email, phone after 160,000 hours 1060 hours on the last date. അതായത് അപേക്ഷയുടെ അവസാന തീയതിയിൽ അപേക്ഷിക്കുന്നവർക്ക് അവസാന തീയതി 1600 മണിക്കൂറിന് ശേഷം ഇമെയിൽ അല്ലെങ്കിൽ ഫോൺ വഴിയിട്ട് SAP ആപ്ലിക്കേഷൻ പോർട്ടലിലെ ട്രബിൾ ഷൂട്ടിംഗ് സഹായവും സാങ്കേതിക ടെക്നിക്കൽ സപ്പോർട്ടും ഒന്നും ലഭിക്കുകയില്ല. അതായത് ലാസ്റ്റ് ഡേറ്റിലേക്ക് നീക്കി വെക്കരുത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. ഇനിയും ബാക്കി കുറച്ച് കണ്ടത് നിങ്ങൾ വായിച്ചെടുക്കുക. അപ്പോൾ വേഗം തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആദ്യം തന്നെ പോർട്ടൽ വെബ്സൈറ്റ് വഴിയായിട്ട് നോട്ടിഫിക്കേഷൻ എടുത്ത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നോട്ടിഫിക്കേഷൻ ഒന്നുകൂടി പറയാം. www.cochinshipyard.in എന്ന വെബ്സൈറ്റ് ലിങ്ക് വഴി കയറിയിട്ട് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ചെടുക്കുക. അതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.